നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. മിഷൻ 10th പ്രിലിംസിന്റെ അടുത്ത ക്ലാസ് ആണ്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ GK അല്ലേ കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് സയൻസിന്റെ ടോപ്പിക് ഇനി അടുത്തടുത്ത ക്ലാസ്സുകളിൽ വേണോ? അപ്പൊ സയൻസ് വേണോന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ ഇനി സയൻസ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പോകണേ. ഒരുപാട് പേരൊന്നും ലൈക്ക് ചെയ്യാറില്ല. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ പേഴ്സണാലിറ്റി. ഇതുപോലത്തെ ചോദ്യം BSc ഇപ്പൊ ചോദിക്കാറുണ്ട് കേട്ടോ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. അപ്പൊ സൂചനകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. രണ്ടാമത്തെ പ്രസ്താവന, 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. മൂന്നാമത്തെ പ്രസ്താവന, എന്റെ ജീവിത കഥ. എന്റെ ജീവിത കഥ ആരാണ് കുട്ടികളെ? വ്യക്തി. എന്റെ ജീവിത കഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. പേരിൽ നിന്ന് തന്നെ കിട്ടിയോ? AKG അഥവാ AK ഗോപാലനാണ് ഈ ഒരു പേഴ്സണാലിറ്റി. ഇപ്പൊ BSc പരീക്ഷകളിലെ AKG നിറ സാന്നിധ്യം തന്നെയാണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ AK ഗോപാലനെ കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് പറയട്ടെ. ആദ്യത്തെ പ്രസ്താവന തന്നെ നോക്കിക്കേ. 1904 ഒക്ടോബർ മാസം. അപ്പൊ 1904 ഒക്ടോബർ മാസം 1-ാം തീയതി കണ്ണൂരിലെ, അന്നത്തെ മലബാർ ആയിരുന്നു, കണ്ണൂരിലെ പെരളശ്ശേരിയിലാണ് ആരുടെ ജനനം? കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ് AK ഗോപാലന്റെ ജനനം. ആദ്യകാലത്ത് അധ്യാപകനായിരുന്ന അദ്ദേഹം ജോലി രാജിവെച്ച് 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നീട് ഉപ്പു സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും പങ്കെടുത്തു. 1939 P. കൃഷ്ണപിള്ള, EMS നമ്പൂതിരിപ്പാട് എന്നിവർക്കൊപ്പം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് ആര്? AK ഗോപാലൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? എന്റെ ജീവിത കഥ. ഇനി BSc ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലഘട്ടത്തിലല്ലേ? അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ പാർലമെന്റിന്റെ, അതായത് ലോക്സഭയാണ്, ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യ പ്രതിപക്ഷ നേതാവ്, ഡി ഫാക്ടോ ഓപ്പോസിഷൻ ലീഡർ ആയിട്ട് മാറിയത് ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ. അപ്പൊ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, താഴെ കമന്റ് ചെയ്യാമോ? AK ഗോപാലൻ പട്ടിണി ജാഥ നയിച്ച വർഷം ഏതാണ്? താഴെ കമന്റ് ചെയ്യൂ കുട്ടികളെ. AK ഗോപാലൻ പട്ടിണി ജാഥ നയിച്ച വർഷം ഏതാണ്? ഉത്തരേന്ത്യയിലെയും കേരളത്തിലെയും കർഷകരുടെ പട്ടിണിയും ദുരിതവും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഏത് ജാഥ നയിച്ചത്? പട്ടിണി ജാഥ നയിച്ചത്. കണ്ണൂരിൽ നിന്നും ചെന്നൈ അഥവാ മദ്രാസിലേക്ക് AKGയുടെ നേതൃത്വത്തിൽ നടന്ന പ്രശസ്തമായ കാൽനട ജാഥയാണ് പട്ടിണി ജാഥ. ഇതിൽ എത്ര വോളണ്ടിയേഴ്സ് ആണ് പങ്കെടുത്തത്? 32 വോളണ്ടിയർമാരാണ് പങ്കെടുത്തത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ AKG ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. സമരത്തിനിടയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ഇദ്ദേഹത്തിന് ക്രൂരമായ മർദ്ദനവും ലഭിച്ചിട്ടുണ്ട്. ഇനി മലബാർ ജാഥ 1937 മലബാർ ജാഥ നയിച്ചത് ആരാണ്? അതും AKG ആണ്. തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് AKGയുടെ നേതൃത്വത്തിൽ നയിച്ച ജാഥയാണ് മലബാർ ജാഥ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ, ഇന്ത്യയിലുടനീളം തൊഴിലാളികളുടെ സഹകരണ കൂട്ടായ്മയിലൂടെ ഇന്ത്യൻ കോഫി ഹൗസ് ശൃംഖല സ്ഥാപിച്ച് 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകാൻ മുൻകൈയെടുത്ത വ്യക്തി കൂടിയാണ് ആര്? AK ഗോപാലൻ. ഇനി മറ്റു ഓപ്ഷൻസ് ഒന്ന് നോക്കിയാലോ. ആദ്യത്തെ ഓപ്ഷൻ EMS നമ്പൂതിരിപ്പാട്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ് EMSന്റെ ആത്മകഥ. സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കൂടിയാണ് ആത്മകഥ.
കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ഇനി ഓപ്ഷൻ ഡി, കെ രാമകൃഷ്ണ പിള്ള, സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആത്മകഥാപരമായ കൃതി ഏതാണ്? എന്റെ നാടുകടത്തൽ. എന്റെ നാടുകടത്തൽ. എന്റെ ജീവിത കഥ എന്നത് AKGയുടെ ആത്മകഥയാണ്. അങ്ങനെയെങ്കിൽ എന്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ മാക്സിമം ഫാക്ട്സ് കിട്ടിയോ? അപ്പൊ നിങ്ങൾ നവോത്ഥാന നായകരെ പഠിക്കുമ്പോൾ AK ഗോപാലൻ, EMS നമ്പൂതിരിപ്പാട് ഇവരൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാ. അതിനു മുന്നേ നമ്മുടെ VFA ബുക്കോ LD കോംബോ ബാച്ചിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഫീസ് 1799 ആണ്. 1999 ഇപ്പൊ ഡിസ്കൗണ്ട് ഉണ്ട്. 1799 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ബാച്ച് ആണ്. VFA ബുക്കോ LD കോംബോ ബാച്ച് ആണ്. 2026 ഡിസംബർ മാസം 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഫുൾ സിലബസ് കവറേജ്, അതായത് GK, കറണ്ട് അഫയേഴ്സ്, മാത്സ്, മിലിറ്ററി, ഇംഗ്ലീഷ്, മലയാളം എല്ലാ കാര്യങ്ങളും, പഴയ CRT, പുതിയ CRT, NCRT ഉൾപ്പെടെ സ്റ്റഡി പ്ലാൻ വെച്ചാണ് ക്ലാസ് പോകുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്, ശനി ഞായറും റിവിഷൻ, ഞായറാഴ്ച പരീക്ഷ. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആപ്പിൽ തന്നെ എന്നോട് ഡയറക്റ്റ്ലി ചോദിക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബാച്ചിന്റെ കാര്യം പറഞ്ഞോട്ടെ. വേരിയസ് LGS ഈ വർഷം വിളിക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് LGS. 3 വർഷത്തിൽ ഒരിക്കൽ വരുന്ന സുവർണ അവസരം പാഴാക്കി കളയരുത്. ഈ വർഷം നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അതിന്റെ പുതിയ ബാച്ച് നമ്മൾ ജൂലൈ മാസം 6 ക്ലാസ് ആരംഭിക്കുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബാച്ചിന്റെ വാലിഡിറ്റി 1.5 വർഷക്കാലം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ബാച്ചാണ് LDCയുടെ ബാച്ച്. അപ്പൊ ഞാൻ സർക്കാർ ജോലി നേടിയെടുത്ത വഴികളിലൂടെ വിജയിച്ച ഒരാളുടെ കൂടെ പഠിച്ചാൽ നിങ്ങൾക്കും വിജയിയാകാൻ അധികം താമസം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ ഗൈഡൻസ് നൽകി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ LDCയുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിലും നിങ്ങൾക്ക് നോട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും. ഫുൾ സിലബസ് കവറേജ്. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. LDC ബാച്ച് എടുത്താൽ ഈ വർഷം നടക്കാനിരിക്കുന്ന പരീക്ഷ, അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പരീക്ഷ, ഏത് പരീക്ഷയായാലും ഈ ബാച്ചിലെ കാര്യങ്ങൾ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. SCRTയും NCRTയും എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന C ശങ്കരൻ നായരാണ്. അപ്പോ ഗാന്ധി ആൻഡ് അനാർക്കി, അതാണ് ഗാന്ധിയും അരാജകത്വവും എന്ന കൃതി. ഗാന്ധി ആൻഡ് അനാർക്കി, ഗാന്ധി ആൻഡ് അനാർക്കി 1922 ഇംഗ്ലീഷിലാണ് സർ C ശങ്കരൻ നായർ ഈ പ്രശസ്തമായ പുസ്തകം എഴുതിയത്. അപ്പൊ ഗാന്ധിജി നയിച്ച നിസ്സഹകരണ പ്രസ്ഥാനത്തെയും അതിന്റെ ചില വശങ്ങളെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് ഏത്? ഗാന്ധി ആൻഡ് അനാർക്കി. ഇനി ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട് ഏതാ? INCയുടെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളി ആരാണെന്ന് ചോദിച്ചാൽ സർ C ശങ്കരൻ നായരാണ്. ഏത് സമ്മേളനം? 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനം. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ഇദ്ദേഹം. 13ാമത് സമ്മേളനമാണ് എവിടെ വെച്ച് നടന്നത്? അമരാവതിയിൽ വെച്ച് നടന്നത്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായ ആദ്യത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ സർ C ശങ്കരൻ നായരാണ്. എന്നാൽ 1919 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഇദ്ദേഹം തന്റെ സർപദവി രാജിവെക്കുകയും അല്ലെങ്കിൽ സർപദവിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജിയായി ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് സർക്കാർ ഇദ്ദേഹത്തിന് സർപദവി നൽകി ആദരിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓട്ടോബയോഗ്രഫി ഓഫ് ശ്രീ C ശങ്കരൻ നായർ. ഓട്ടോബയോഗ്രഫി ഓഫ് സർ C ശങ്കരൻ നായർ എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? SCRTയിലും കൊടുത്തിട്ടുണ്ട്. വടകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത്. വടകര സമ്മേളനം നടന്ന വർഷം ഏതാ? 1931. KPCCയുടെ 5ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് 1931 മെയ് മാസം വടകരയിൽ വെച്ചാണ് കേരളത്തിലെ ആദ്യത്തെ അഖില കേരള വനിതാ സമ്മേളനം നടന്നത്.
ഈ ചരിത്രപ്രസിദ്ധമായ വനിതാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന തോപ്പിൽ കമലാവതി അമ്മയാണ്. തോപ്പിൽ കമലാവതി അമ്മയാണ് അധ്യക്ഷം വഹിച്ചത് എന്ന് ഓർക്കുക. ഇനി ഓപ്ഷൻ എ വൈക്കം. 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് വൈക്കം. മഞ്ചേരിയോ 1920 ചരിത്രപ്രസിദ്ധമായ മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്നു. അതായത് മലബാർ രാഷ്ട്രീയ കോൺഫറൻസ് നടന്നത് എവിടെയാണ്? 1920 അഞ്ചാമത്തത് മഞ്ചേരി. ഈ സമ്മേളനത്തിലാണ് ആനി ബസന്റിന്റെ ഹോം റൂൾ ലീഗ് ആശയങ്ങളെ തള്ളി നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും പ്രമേയങ്ങളെ മലബാർ ജനത അംഗീകരിച്ചത്. വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് മഞ്ചേരി, അഞ്ചാമത്തെ കോൺഗ്രസ് സമ്മേളനം. ഓക്കെ, അടുത്ത ചോദ്യം. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇദ്ദേഹത്തിന് നൽകിയ ആദര സൂചകമായ 2 പദവികളിൽ ഒന്നാണ് ദർസാർ സാഹിബ്. അപ്പൊ മറ്റേ പദവി ഏതാണ്? റാവു സാഹിബ്. അപ്പൊ റാവു സാഹിബ്, ദർസാർ സാഹിബ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. ഇദ്ദേഹം ചീഫ് ജസ്റ്റിസിന് തുല്യമായ പദവിയിലൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. കൂടാതെ ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പേര് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിന്റെ ആശയങ്ങൾ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് മലബാറിലേക്ക് വ്യാപിപ്പിച്ചത് ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. 1893 കോഴിക്കോട് ഇദ്ദേഹം ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിക്കുകയും ചെയ്തു. അത് PYQ ആണ്. 1893 കോഴിക്കോട് ഇദ്ദേഹം ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിക്കുകയും ചെയ്തു. സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയും സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അധസ്ഥിതരുടെ അവകാശങ്ങൾക്കായും ഇദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചല്ലോ 1900. ആ സംഘടനയുടെ പേരെന്താ? സുഗുണവർദ്ധിനി പ്രസ്ഥാനം. ഇനി മറ്റു ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു. രാഷ്ട്രീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഡോക്ടർ പൽപ്പു ആണ് രാഷ്ട്രീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പൽപ്പുവിന്റെ മകന്റെ പേരെന്താണ്? അത് നവോത്ഥാന നായകൻ തന്നെ, നടരാജഗുരു. അപ്പൊ നടരാജഗുരുവിന്റെ പിതാവ് കൂടിയാണ് ഡോക്ടർ പൽപ്പു. ഇനി ഓപ്ഷൻ ബി മൊയ്തു മൗലവി. ആരാണ് ഇദ്ദേഹം? മലബാറിലെ പ്രശസ്തനായ കോൺഗ്രസ് ഖിലാഫത്ത് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും കൂടിയാണ് മൊയ്തു മൗലവി. കേളപ്പൻ ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. കൂടാതെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ KPCC നേതാവ് കൂടിയായിരുന്നു കേളപ്പൻ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ വർഷം പറഞ്ഞേ. 1891. തിരുവിതാംകൂർ സർക്കാർ ഉദ്യോഗങ്ങൾ പരദേശി ബ്രാഹ്മണർ കൈയടക്കുന്നതിനെതിരെ നാട്ടുകാർക്ക് മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ട് 1891 ജനുവരി മാസം 1-ാം തീയതി ശ്രീമൂലം തിരുനാൾ, ഏത് രാജാവിനാണ്? ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച കൂട്ട ഹർജിയാണ് ഏത്? മലയാളി മെമ്മോറിയൽ. അതിൽ ബാരിസ്റ്റർ GP പിള്ളയുടെ പങ്ക് എന്തായിരുന്നു? മലയാളി മെമ്മോറിയലിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ, ബ്രെയിൻ ബിഹൈൻഡ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രധാന നേതാവ് ഗോവിന്ദ പരമേശ്വരൻ പിള്ള എന്ന GP പിള്ളയാണ്. ഗോവിന്ദ പരമേശ്വരൻ പിള്ള. കൂടാതെ ഇദ്ദേഹമാണ് തിരുവിതാംകൂറിലെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ടത്, വഴിമിട്ടിരുന്ന ഇദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നത് ഓർക്കുക. കേരള രാഷ്ട്രീയത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് പൊളിറ്റിക്കൽ ജേർണലിസം അല്ലെങ്കിൽ ഫാദർ ഓഫ് പൊളിറ്റിക്സ് ഇൻ കേരള എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇനി ഈഴവ മെമ്മോറിയൽ വർഷം ഏതാ? 1896 ആണ്. 1896 ഈഴവർക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനവും സർക്കാർ ജോലികളിൽ പങ്കാളിത്തവും ആവശ്യപ്പെട്ട് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് തന്നെ സമർപ്പിച്ചതാണ് ഈഴവ മെമ്മോറിയൽ. രണ്ടാം ഈഴവ മെമ്മോറിയൽ വർഷം ഏതാ? 1900.
അത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവിനാണ് ഡോക്ടർ പൽപ്പു സമർപ്പിച്ചത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ. ഇനി ഓപ്ഷൻ ബി നോക്കിക്കേ, നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. എന്താണ് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്? അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് വർഷം ഏതാ? 1932 ആണ്. നിയമസഭാ പരിഷ്കരണങ്ങളെ തുടർന്ന് ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങൾക്ക് ജനസംഖ്യാടിസ്ഥാനത്തിൽ സീറ്റുകൾ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച സമരം കൂടിയാണ് ഏത്? നിവർത്തന പ്രക്ഷോഭം അഥവാ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. അപ്പൊ മലയാളി മെമ്മോറിയൽ GP പിള്ളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെറ്റ് അല്ലേ? സെറ്റ് ആണോ? വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കാൻ വേണ്ടി നോക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ആരൊക്കെയാ കുട്ടികളെ? ഓപ്ഷൻ എ ആണ്. ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയുമാണ് ഒരേ വർഷം ജനിച്ചത്. ആ വർഷം ഏതാണ്? 1863. പൽപ്പു ജനിച്ചത് 1863 നവംബർ മാസം 2-നും മഹാത്മാ അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് മാസം 28-നുമാണ്. ഓഗസ്റ്റ് മാസം 28. ഇനി ഒരാളെയും കൂടെ പറയട്ടെ. ഈ വർഷം ജനിച്ച അതേ വ്യക്തി ബാരിസ്റ്റർ GP പിള്ള. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കേരള രാഷ്ട്രീയത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ GP പിള്ളയും 1863 ഫെബ്രുവരി മാസം 12-നാണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പൊ ഈ 3 പേരും 1863-ലാണ് ജനിച്ചത് എന്ന് ഓർക്കുക. ഇനി ചട്ടമ്പി സ്വാമി, ഓപ്ഷൻ ഡി, ചട്ടമ്പി സ്വാമി ജനിച്ച വർഷം 1853 ഓഗസ്റ്റ് മാസം 25. അതായത് ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് 3 വർഷം മുന്നേ. ശ്രീനാരായണ ഗുരു 56-ൽ ജനിച്ചു. 3 വർഷം മുന്നേ ആര് ജനിച്ചു? ചട്ടമ്പി സ്വാമി ജനിച്ചു. ഇനി സി കൃഷ്ണൻ, മിതവാദി സി കൃഷ്ണൻ എന്നാ ജനിച്ചത്? 1867-ലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇനി പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് എന്നാണ്? അത് INC ഫോം ചെയ്ത വർഷം 1885 മെയ് 24-നാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ഇനി വാഗ്ഭടാനന്ദന്റെ ജനനം, വാഗ്ഭടാനന്ദൻ അതേ വർഷം 1885. അതായത് പണ്ഡിറ്റ് കറുപ്പനും വാഗ്ഭടാനന്ദനും ഒരേ വർഷം. GP പിള്ള, പൽപ്പു, അയ്യങ്കാളി ഒരേ വർഷം. ഓക്കെ അല്ലെ? അടുത്തയിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത്. ഓപ്ഷൻ ബി, കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്ന വർഷം 1941-ലാണ് കയ്യൂർ സമരം നടന്നത്. കാസർഗോഡ് ജില്ലയിലെ ഏത് താലൂക്ക്? ഹോസ്ദുർഗ് താലൂക്കിലുള്ള കയ്യൂർ ഗ്രാമത്തിലെ കർഷകർ ജന്മിത്ത ചൂഷണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ നടത്തിയ ഒരു സമരമാണ് ഏത്? കയ്യൂർ സമരം. സുബരായൻ എന്ന പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കയ്യൂർ സമര സഖാക്കളായ ആരൊക്കെ? മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞമ്പു, ചിരുകണ്ഠൻ, നാരായണൻ ഇവരെയൊക്കെ 1943-ൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റുകയും ചെയ്തു. ഇനി ആദ്യത്തെ ഓപ്ഷൻ മൊറാഴ സമരമാണ്. 1940-ല് കണ്ണൂർ ജില്ലയിൽ വെച്ചാണ് നടന്നത്. എവിടെ വെച്ചാണ്? കണ്ണൂർ ജില്ലയിൽ വെച്ചാണ് മൊറാഴ സമരം നടന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ KPCCയുടെ ആഹ്വാന പ്രകാരം പ്രതിഷേധ ദിനം ആചരിച്ചതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ നടന്ന സമരമാണ്. ഇതിന്റെ പ്രമുഖ നേതാവ് ആരായിരുന്നു? KPR ഗോപാലൻ ആയിരുന്നു മൊറാഴ സമരത്തിന്റെ പ്രധാന നേതാവ്. കരിവള്ളൂർ സമരം നടന്ന വർഷം ഏതാ? 1946. കരി എഴുതുന്നത് എവിടെയാണ്? കണ്ണിലല്ലേ? അപ്പൊ അതും കണ്ണൂരാണ് നടന്നത്. പുത്തൂർ ഇല്ലത്തെ ജന്മിയുടെ നെല്ല് കടത്തലിനെതിരെ കർഷകർ നടത്തിയ സമരമാണ് കരിവള്ളൂർ സമരം. കണ്ണൂർ ജില്ല. കരിവള്ളൂരിന്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? കണ്ണൻ നായർ. ഓപ്ഷൻ ഡി, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെയും സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനെതിരെയും തൊഴിലാളികൾ നയിച്ച ചരിത്ര പ്രസിദ്ധമായ സായുധ മീൻസ് ആയുധം എടുത്തുള്ള ആംഡ് സമരമായിരുന്നു ഏത് ജില്ലയിലാണ് നടന്നത്? ആലപ്പുഴ ജില്ലയിലാണ് നടന്നത്. ഓക്കെ,
അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ ക്വസ്റ്റ്യൻസും മാക്സിമം ഒരു ഫാക്ട് പോലും വിടാതെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചുകളുടെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഹർഷിത എജ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള ബാച്ചുകളൊക്കെ അവൈലബിൾ ആണ്. യൂണിഫോം ജോബ് എല്ലാം തന്നെയുണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. തുടർന്നുള്ള ക്ലാസ്സുകളുമായിട്ട് വരുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. താങ്ക് യു.